ഏവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തുള്ള കവടിയാർ പാലസിലാണ്. ഇന്നിവിടെ നമ്മുടെ പാർവതിഭായ് തമ്പുരാട്ടിയുമായിട്ട് തിരുവിതാംകൂറിൻ്റെ നൃത്ത സംസ്കാരത്തെ പറ്റിയിട്ടും കുറച്ച് തമ്പുരാട്ടിയുടെ ഡാൻസ് അനുഭവങ്ങളെ പറ്റിയിട്ടുമൊക്കെ ഒന്ന് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം തമ്പുരാട്ടി. നമസ്കാരം കുട്ടി. ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ അഭിമാനിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിയുടെ മണ്ണിൽ ജനിക്കാൻ പറ്റി, ഇവിടെ വളരാൻ പറ്റി, ഇവിടുത്തെ സംസ്കാരവുമായിട്ട് ചേർന്നിട്ട് ജീവിക്കാൻ പറ്റി എന്നുള്ളൊരു കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു നർത്തകി എന്ന നിലയിൽ എനിക്ക് ആ തമ്പുരാട്ടിയെ ഇന്ന് കാണാൻ കഴിഞ്ഞതിലും അല്ലെങ്കിൽ ഇവിടെ വന്ന് തമ്പുരാട്ടിയോട് നൃത്തത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നതിലും ഞാൻ പത്മനാഭസ്വാമിയോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. തമ്പുരാട്ടി കുറച്ച് സമയം എനിക്ക് തരുന്നതിന് തമ്പുരാട്ടിയോടും ഒരുപാട് സന്തോഷം കുട്ടി. എനിക്ക് തമ്പുരാട്ടിയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ തിരുവിതാംകൂറിൽ നൃത്ത സംസ്കാരം അത് ആരും പറയേണ്ട ആവശ്യമില്ല, നമുക്കതിനെ പറ്റിയിട്ട് ധാരാളം നമ്മൾ കേട്ടറിവുണ്ട്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അവർക്ക് അറിയില്ല എന്താണ് തിരുവിതാംകൂറിൻ്റെ നൃത്ത സംസ്കാരം എന്നതിനെ പറ്റിയിട്ട്. തമ്പുരാട്ടിയേക്കാൾ മേലെ അത് പറയാൻ അർഹതയായിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തമ്പുരാട്ടി അതിനെപ്പറ്റി എന്താ തമ്പുരാട്ടിക്ക് പറയാനുള്ളത്? നമുക്ക് തുടക്കം മുതൽ എടുക്കുകയാണെങ്കിൽ സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ ചെറിയമ്മ, അമ്മയുടെ സിസ്റ്റർ. സ്വാതിരുന്നാളിൻ്റെ അമ്മ മഹാറാണിയായിരുന്നു, റാണി ഗൗരിലക്ഷ്മിബായി. ഷീ ഡൈഡ് വെരി യങ്. അപ്പം അത് കഴിഞ്ഞ് സ്വാതിരുന്നാളിൻ്റെ ഇൻഫൻസി കാലത്ത് റീജൻ്റായിട്ട് ഭരിച്ചിരുന്നത് ആ പഴയ അമ്മൂമ്മയുടെ പേരാണ് എനിക്കുള്ളത്. റാണി ഗൗരി പാർവതിഭായ് ആയിരുന്നു റീജൻ്റായിട്ട് ഭരിച്ചിരുന്നത്. അവരുടെ കാലത്താണ് ആദ്യം നമുക്ക് നൃത്തത്തിലേക്കൊരു തിരുവിതാംകൂറുമായിട്ടൊരു ബന്ധം വന്നതെന്ന് പറയാൻ വേണമെങ്കിൽ. ഒരു ഈഡിക്റ്റ് ഓൺ എഡ്യൂക്കേഷൻ 2004 വർഷം 2005 വർഷം മുമ്പേ ഉള്ളത്. അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പം അതിൽ ആ മഹാറാണി പറഞ്ഞത് തിരുവിതാംകൂറിലെ എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം വേണം അവർക്ക്. അപ്പോൾ എല്ലാവരും പഠിക്കണം. 5 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരെയും സ്കൂളിൽ അയക്കണം. അന്നൊക്കെ ഈ കുടിപ്പള്ളിക്കൂടം എന്നൊരു സംവിധാനമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം കൊടുത്ത് ആശാന്മാരെ ആക്കി കുട്ടികളെ പഠിപ്പിക്കണം. അപ്പം എല്ലാ കുട്ടികളും പുരുഷനും സ്ത്രീയും പഠിക്കണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് എഴുതി ചേർത്തിരുന്നു, സംഗീതവും നൃത്തവും കൂടെ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പം അന്ന് 2004 വർഷം മുമ്പേ കുട്ടികൾ സംഗീതവും നൃത്തവും പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഒരു മഹാറാണി. അപ്പം കാലക്രമേണ ഈ നൃത്തം പണ്ടൊരു കാലത്ത് അത് വളരെ ഒരു പ്രധാന ഭാഗമായിട്ട് കരുതിയിരുന്നെങ്കിലും കാലക്രമേണ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നതൊരു അത്ര പോരാ എന്നുള്ള ഒരു ധാരണ വന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു. എനിക്ക് തോന്നുന്നു ഈ വിക്ടോറിയൻ ഐഡിയാസ് സായിപ്പിൻ്റെ വന്നപ്പോൾ പെൺകുട്ടികൾ അങ്ങനെ അധികം പുറത്തൊന്നും വരാൻ പാടില്ല, പ്രദർശിപ്പിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഐഡിയാസൊക്കെ ആയിരുന്നിരിക്കും. പക്ഷെ ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഡാൻസിനോട് വലിയ ഭ്രമമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മൂമ്മ സേതു പാർവതിഭായ് മഹാറാണി, ഫോർച്ചുനേറ്റ്ലി അമ്മൂമ്മയ്ക്ക് അങ്ങനെ ഒരു പുരോഗമന മനസ്ഥിതിയുള്ള ആളായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, കുട്ടിയൊക്കെ ഡാൻസ് പഠിക്കണമെങ്കിൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇരേമൻ തമ്പിയുടെ താവടിയിൽപ്പെട്ട ഒരു ഇന്ദിരാബായ് തങ്കച്ചി അവരായിരുന്നു ആദ്യം ഞങ്ങളെ നൃത്തം പഠിപ്പിക്കാൻ വന്നത്. ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ഡാൻസ് ടീച്ചർ വരാൻ വേണ്ടി മോളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കാറ് വരുന്നത് കാത്തിരുന്ന്. വെച്ചാൽ നമ്മൾ ഏത് പഠിപ്പിക്കുകയാണെങ്കിലും ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പം അവർക്കൊരു സന്തോഷം വരണം. തീർച്ചയായിട്ടും അവർക്ക് ഇനിയും വേണം എന്ന് തോന്നണം. അല്ലാതെ ഇവിടെ നിങ്ങൾ പോയി ഇത്ര തവണ പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെയല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ടീച്ചർ അവരൊരു വടിയും വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. തെറ്റായിട്ട് ചവിട്ടുകയാണെങ്കിൽ ആ വടിയിട്ട് കാലിലടിക്കും. അപ്പം അങ്ങനെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അതിനോടൊരു വെറുപ്പ് വരും. ഇത് സ്വതസിദ്ധമായൊരു താല്പര്യം അതാണ്. നമുക്ക് എല്ലാവരും എവരിബഡി ഈസ് നോട്ട് ഗുഡ്. ഇപ്പം എല്ലാവരും ഒരേപോലെ ഒരു കഴിവ് വേണമെന്നില്ല. ഒരു ഡാൻസ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 10 പേര് ഒരേ കഴിവുള്ളവരായിരിക്കില്ല. ആണെങ്കിലും നമുക്ക് അവർക്കൊരു സന്തോഷം തോന്നണം. തീർച്ചയായിട്ടും. അല്ലാതെ നിങ്ങൾ പോയി സാധകം ചെയ്യൂ, പാട്ടാണെങ്കിലും അതെ, നിങ്ങൾ പോയി 40 തവണ സാധകം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്കൊരു മുഷിവ് തോന്നും. തീർച്ചയായിട്ടും. അപ്പോൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്ത് അങ്ങനെ ഷീ വാസ് ഏബിൾ ടു ഹോൾഡ് അവർ ഇൻട്രസ്റ്റ്. ഞങ്ങൾക്ക് വലിയ സന്തോഷമായിട്ടാണ് പഠിച്ചത്. ഞാൻ ഒരിക്കലും അത് വിട്ടില്ല. കോളേജിൽ പോയിട്ടും ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഒടുവിലത്തെ പെർഫോമൻസ് ഈ ഓഗസ്റ്റിലായിരുന്നു.
ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഞങ്ങളുടെ വിമൻസ് കോളേജിൻ്റെ 125ാം വാർഷികത്തിന് വേണ്ടി ഞങ്ങളൊരു നൃത്തശില്പം, അതായത് കേരള കവികളുടെ, കേരള കവികൾ എന്ന് വെച്ചാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ ഇല്ല, ആദിശങ്കരൻ തൊട്ട് ONV കുറുപ്പ് വരെ. ONV കുറുപ്പ് ഞങ്ങളുടെ വിമൻസ് കോളേജിലെ അധ്യാപകനായിരുന്നു. അപ്പൊ അതുവരെയുള്ള എല്ലാ കവികളുടെയും ശാരദാ ഭുജംഗം വെച്ച് സാറിൻ്റെ വരെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് സ്വാതിരുന്നാളിൻ്റെ ഉത്സവ പ്രബന്ധം. അതെല്ലാം 4ാം ദിവസം പല്ലക്ക് വാഹനത്തിൽ ആന്തോളിക വാഹനെ, അതായിരുന്നു. എൻ്റെ മകൻ പാടി, ഞാൻ കളിച്ചു. സ്വതേ തിരിച്ചല്ലേ, അമ്മമാർ കണ്ട് സന്തോഷിച്ച് മക്കൾ ചെയ്യും. ഇതങ്ങനെ മറിഞ്ഞു വന്ന് അങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടി. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. തഞ്ചാവൂർ നൃത്തവും നമ്മുടെ തിരുവിതാംകൂറിൻ്റെ സംസ്കാരവുമായിട്ട് കുറച്ച് ഒരു ബന്ധമുണ്ട്. അപ്പോൾ തഞ്ചാവൂരിൽ ആ ഒരു ബന്ധത്തെ പറ്റിയിട്ട് അമ്മയ്ക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ കേട്ടിട്ടുള്ള സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഒരുപാട് പേരെ നാൽവരെയൊക്കെ കൊണ്ടുവന്നത് ആ സമയത്താണ്. അതുമാതിരി ഈ മോഹിനിയാട്ടം ഡാൻസസ്, അന്ന് മോഹിനിയാട്ടം ഇല്ല, അന്ന് നർത്തകിമാരെ കൊണ്ടുവന്ന്, അപ്പൊ മഹാരാജാവിനൊരു ആഗ്രഹം, ഈ തഞ്ചാവൂർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭരതനാട്യം അങ്ങനെയാണല്ലോ, അപ്പൊ നമ്മുടേതായിട്ടൊരു ഒരു കേരള കലാരൂപം വേണമെന്ന് പറഞ്ഞാണ് ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ഒരു ഐഡിയ വന്ന് അതിനുവേണ്ടി കൃതികൾ രചിക്കുകയും ചെയ്തു. ഒരുപാട് പദങ്ങൾ, ബ്യൂട്ടിഫുൾ പദം. അപ്പോൾ ഈ ഒരുപാട് നമുക്ക് കമ്പോസേഴ്സ് ഉണ്ടായിട്ടും നൃത്തത്തിന് വേണ്ടി കമ്പോസ് ചെയ്തത് സ്വാതിരുന്നാൾ തന്നെയായിരുന്നു. അപ്പോൾ അവരതിനെ പ്രോബബ്ലി തിരുവാതിരയും അതിൻ്റെയൊക്കെ മുണ്ടും നേരിയതും ആ വേഷത്തിനെയൊക്കെ ഒന്ന് ശകലം അഡാപ്റ്റ് ചെയ്ത് അങ്ങനെയായിരുന്നിരിക്കും ഈ മോഹിനിയാട്ടം വന്നത്. മോഹിനിയാട്ടത്തിൽ ലാസ്യമാണല്ലോ കൂടുതലാണ്. ഭരതനാട്യം എന്ന് പറഞ്ഞാൽ നല്ല പട്ട എന്ന് മുദ്രകൾ പിടിക്കുന്നതും ഒക്കെ നല്ല ഷാർപ്പായിട്ടുള്ളതാണ്. മോഹിനിയാട്ടം കുറച്ചുകൂടെ ഒരു ലാസ്യമാണ്. അപ്പൊ ആ ഒരു സ്റ്റൈലില് ഇത് കൊണ്ടുവന്നത്. അന്നൊക്കെ കൊട്ടാരം കഥകളി ട്രൂപ്പ് ഉണ്ടായിരുന്നു. അത് അമ്പലത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കളിക്കുകയും അങ്ങനെ കഥകളി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നൃത്തത്തിനൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ആദ്യം വന്നത് ഒരു കൊട്ടാരം നർത്തകനാണ്, നർത്തകിയല്ല. അങ്ങനെ വന്നത് ഗുരു ഗോപിനാഥൻ്റെ കാലത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ കാലത്താണ്. അപ്പോൾ ഏത് വിശിഷ്ടാതിഥികൾ വന്നാലും ഒരു പ്രോഗ്രാം, അപ്പോൾ അമ്മൂമ്മയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു ഗോപിനാഥ് ചെയ്യുമ്പോൾ തങ്കമണിയമ്മ കളിക്കണം എന്ന്. സ്ത്രീകൾക്ക് സ്റ്റേജിൽ കയറി കളിക്കാൻ ഒരു അവസരം കൊടുക്കുന്നത് ഒരു വിധത്തിൽ ഒരു മോശമായിട്ടോ അങ്ങനെ കരുതിയിട്ടേ ഇല്ല. തമ്പുരാട്ടിയുടെ കാര്യമാണെന്ന് തോന്നുന്നു, ഞാൻ വായിച്ചിട്ടുണ്ട്. 4 വയസ്സിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളൊക്കെ അതെ, 5 വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പം ആദ്യം മലയാളം, അത് മണ്ണിൽ എഴുതി അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ടീച്ചർ, അത് കഴിഞ്ഞ് 7 വയസ്സായി എന്ന് തോന്നുന്നു ഹിന്ദി വന്നപ്പോഴത്തേക്ക്. അപ്പം അതിനു മുന്നേ തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. സംസാരിക്കുന്നത് അതിലൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ വീട്ടിൽ വി ആർ സോർട്ട് ഓഫ് ബൈലിംഗ്വൽ. ഒന്നിന്ന് വേറൊന്നിലേക്ക് മാറുന്നത് നമ്മൾ അറിയുന്നത് തന്നെ ഇല്ല. ഇംഗ്ലീഷ് മലയാളവും കൂടെ അത് കലർന്നങ്ങ് വന്നോളൂ. അപ്പൊ ഇവിടെ ധാരാളം വിസിറ്റേഴ്സ്, ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദി ബ്രിട്ടീഷ് ആണ്. അപ്പൊ ധാരാളം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നുകൊണ്ടിരുന്ന കാലവുമാണ്. അപ്പൊ അവരുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നോക്കൂ. നമ്മളതങ്ങ് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് മുമ്പേ സംസാരിച്ചു തുടങ്ങി. അമ്മ, ഞാൻ അതേപ്പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഇരയിമ്മൻ തമ്പി അദ്ദേഹം കാമ്പോജി രാഗത്തിൽ പ്രാണനാഥൻ എനിക്ക് നൽകിയ എന്ന ഏറ്റവും ശൃംഗാരരസ പ്രാധാന്യമുള്ള ഒരു പദം അത് ചെയ്തത് സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പത്നി. അപ്പം അവരുടെ തമ്മിലുള്ള എന്തോ ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൃതി ഉണ്ടാക്കിയത്. നമുക്ക് അറിഞ്ഞൂടല്ലോ, ബിക്കോസ് ഇൻ എനി റിലേഷൻഷിപ്പ് കൊച്ചു സൗന്ദര്യപ്പിണക്കങ്ങൾ അത് സ്വാഭാവികമാണ്. അപ്പൊ അന്നത്തെ രീതി അങ്ങനെ അദ്ദേഹത്തിന് സംഗീതത്തിനോട് ഇത്ര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഇതാവാം. ഇല്ലെങ്കിൽ ഇന്നിപ്പോ കേൾക്കാറില്ല ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുത്തു എന്ന്. അപ്പൊ അതുപോലെ അന്ന് അങ്ങനെ ആയിരുന്നിരിക്കാം. കാരണം നാരായണിപ്പിള്ള അമ്മയോട് പറഞ്ഞു അത്ര ഇങ്ങനെ ആ ഒരു പാട്ട് അദ്ദേഹം
പോകുമ്പോൾ ആ വഴിയിൽ നിന്നൊന്ന് പാടിയാൽ ആ ഒരു സൗന്ദര്യപ്പിണക്കം മാറും എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇന്ന് അത് വളരെ പ്രശസ്തമായ ഒരു പദമാണ്. ഒരുപാട് പേര് ഇന്ന് ആ പദം എടുത്ത് പെർഫോം ചെയ്യുന്നില്ല. അന്ന് അനവധി ആൾക്കാരുണ്ടായിരുന്നു ഈ സംഗീതം കൈകാര്യം ചെയ്യുന്നത്. ഇരേമൻ തമ്പി, സ്വാതിരുന്നാളുടെ കുട്ടിക്കുഞ്ഞു തങ്കച്ചി, സ്വാതിരുന്നാളുടെ ഓൺ സിസ്റ്റർ രുക്മിണിബായി, ഇവരൊക്കെ സംഗീതം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അതിന് പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഓമന തിങ്കൾ കിടാവോ രചിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവിനെ താരാട്ട് പാടി ഉറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കാര്യം കൂടി കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്ര കുട്ടികളാണ് അത് ഉറങ്ങിയിരിക്കുന്നത്. അതെ, അടുത്ത എത്രയോ ജനറേഷൻസിൽ അതൊരു താരാട്ട് പാട്ടായി മാറി. അമ്മ, നമ്മുടെ പഴയ തലമുറയിലെ നർത്തകിമാരെ കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം, നമ്മുടെ റോയൽ ഫാമിലിയിൽപ്പെട്ട. ഇന്നത്തെ തലമുറയിൽ ഇന്നും ഇപ്പം അമ്മ നൃത്തം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗോപി ചേച്ചിയെ എനിക്ക് പേഴ്സണലി അറിയാം, ചേച്ചി നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ ഇന്നത്തെ തലമുറയിൽ റോയൽ ഫാമിലിയിൽ നർത്തകിമാരായിട്ട് എത്ര പേരുണ്ടാവും? അല്ല, ഗോപിയെ മാത്രമേ ഉള്ളൂ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത്. രുക്മിണി അമ്മ ബാംഗ്ലൂരിലൊരു ഷീസ് നോട്ട് ഡാൻസിങ് എനിമോർ. ഷീസ് നോട്ട് ഡാൻസിങ്. ഷീസ് ആൻ ആർട്ടിസ്റ്റ്, പടം വരയ്ക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഷീസ് നോട്ട് ഡാൻസിങ് എനിമോർ. ഓക്കെ. അപ്പം ഇപ്പം നൃത്തം ചെയ്യുന്നത് ഗോപിയെ ചേച്ചി. ഗോപിയെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു, ടിക്കറ്റ് വിറ്റ് കാണാനൊന്നും അല്ല. വേണമെങ്കിൽ ഇന്നാളെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറയും, വയസ്സായിട്ട് ഇപ്പോഴും നിർത്തി വയ്ക്കാൻ കാലം ആയില്ലേ എന്ന് ചോദിക്കും വേണമെങ്കിൽ. പക്ഷെ നൃത്തത്തിന് അങ്ങനെ ഒരു ഏജ് ഇല്ലല്ലോ, അത് നമുക്ക് പറയാമില്ലെന്ന്. ഇന്നിപ്പോൾ എല്ലാത്തിനും നമുക്കൊരു നല്ല അഭിപ്രായം പറയുന്നതിനെക്കാട്ടിലും ഒരു ക്രിട്ടിക്കലായിട്ടോ ഒരു ചീത്ത അഭിപ്രായം പറയുന്നതാണ് മിടുക്കുക എന്നാണ് മിക്ക ആളുകൾക്കും വിചാരം. അല്ല, ഞാൻ അതിന് വളരെ എതിരാണ്. കാരണം ഞാനിപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നൊരു സംഭവമാണ്. അപ്പോൾ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്ന് വെച്ചാൽ നമ്മുടെ മുദ്രകൾ ഉപയോഗിച്ച് ഡാൻസിലൂടെ ഹീൽ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം അത് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഞാൻ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് എൻ്റെ അറിവിൽ നൃത്തം ഏത് പ്രായത്തിലും ചെയ്യാം, ഏത് പ്രായത്തിലും ആർക്കും. രുക്മിണി ദേവി കലാക്ഷേത്ര, അതെ, രുക്മിണി ദേവി നല്ല വെഞ്ചാമരം പോലെ മുടി ആയിട്ട് ഡാൻസ് കളിച്ച് കാണിച്ചിട്ടുണ്ട്. അമ്മൂമ്മ പറഞ്ഞു, കുട്ടിയൊക്കെ കാണണം രുക്മിണി ഡാൻസ് കളിക്കുന്നത് എന്ന് പറഞ്ഞ് അവര് ഡ്രസ്സ് ചെയ്ത് ഞങ്ങളെ കളിച്ച് കാണിപ്പിച്ചിട്ടുണ്ട്. എന്ത് മനോഹരമായിരുന്നു. വൈജയന്തിമാല ഇപ്പോൾ 90 വയസ്സായി, അവരിപ്പോഴും പദങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, അതപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് എന്തുകൊണ്ടാണ് മനുഷ്യർ അങ്ങനെ പറയുന്നത് അറിയില്ല. ഇത്ര പ്രായമായി കേട്ട് പിന്നെ അങ്ങനെയല്ല നൃത്തത്തിന്. അത് പ്രത്യേകിച്ചും മലയാളികൾക്ക്. മലയാളിയാണോ ഒരു ക്രിറ്റിസിസം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കഴിവില്ല, നമ്മൾ മിടുക്കന്മാരല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. അതെ, അപ്പോൾ എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നൃത്തം പഠിക്കുന്ന അല്ലെങ്കിൽ നൃത്തത്തോട് താല്പര്യമുള്ള ഓരോ വ്യക്തികളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഏജിനകത്ത് ഒന്നുമില്ല. നൃത്തം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്ലീസ് കടന്നു വരൂ. നമ്മുടെ ഈ ഒരു കല എല്ലാവർക്കും, അമ്മ പറഞ്ഞ പോലെ എല്ലാവർക്കും പറ്റില്ല. ഇതിലൊരു ദൈവീകത ഉണ്ടാവണം, നമ്മുടെ ഉള്ളിൽ ദൈവസിദ്ധമായ ഒരു അനുഗ്രഹം ഉണ്ടാവണം. അമ്മ അത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് ചുമ്മാ അങ്ങ് താളം ക്രമം അനുസരിച്ച് നൃത്തം ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ കഴിവുള്ള ആൾക്കാർ ഒരിക്കലും എനിക്കിത്ര പ്രായമായി, എനിക്കിനി ചെയ്യാൻ പറ്റുമോ, എനിക്ക് 2 മക്കളായി, എനിക്കിനി ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം വേണ്ട അല്ലേ അമ്മ? അമ്മയുടെ അഭിപ്രായം എന്താ? ഒരാവശ്യവുമില്ല. നമുക്ക് കളിക്കാമെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ കളിക്കുക. അതെ അതെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ പറയാനുള്ളതാണ്, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ കളിക്കുക. അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് ഇന്നത്തെ പുതുതലമുറയിലെ കുട്ടികളോട് ഒരു ഉപദേശം എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് എന്താ പറയാ? എനിക്കറിയാം ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് പല അച്ഛനമ്മമാരെയും വിചാരം നമ്മൾ ഇന്ത്യൻ കൾച്ചർ മുഴുവനും പ്രത്യേകിച്ചും വിദേശത്ത് ഒരു ക്യാപ്സ്യൂളായിട്ട് കിട്ടും ഒരു ഡാൻസ് പഠിച്ചാൽ. ആ ഡാൻസ് പഠിച്ച ഒരു അരങ്ങേറ്റം കഴിഞ്ഞു, തീർന്നു, പിന്നെ ചിലങ്കയെല്ലാം പൂട്ടി വെച്ചു, അതോടെ ഫുൾ സ്റ്റോപ്പായി. അങ്ങനെ പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ എന്നെനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്കതൊരു പാഷനായിരിക്കണം. അങ്ങനെ കളിക്കുകയാണെങ്കിൽ അതിലർത്ഥമുണ്ട്. മറ്റേത് ഇപ്പോൾ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് നാൾ പഠിച്ചു, ഇനിയിപ്പോൾ 10th ആയി, ഇനിയിപ്പോൾ ഡാൻസ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അതൊക്കെ നേരത്തെ സംസാരിച്ച് ചോദിക്കണം. ഇന്നിപ്പോൾ സ്ത്രീ വിമൻസ് എംപവർമെൻ്റ് ഒക്കെ അല്ലേ. അപ്പോൾ ഒരു വിവാഹത്തിന് മുമ്പേ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ ആ മനുഷ്യനോട് ചോദിക്കണം, നിങ്ങൾക്ക് ഞാൻ കളിക്കുന്നതിൽ വിരോധമുണ്ടോ, ഞാൻ കളിക്കുന്നതിൽ സമ്മതമാണോ? ആണെന്ന് പറഞ്ഞാൽ മതി ആ വിവാഹം. ഇല്ലെങ്കിൽ പിന്നെ യു ആർ ബീങ് അൺഹാപ്പി. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും. അവർക്ക് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമിനൊക്കെ വന്നിരുന്നുകൊണ്ട് കണ്ണ് നിറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിലിഷ്ടമല്ല കളിക്കുന്നത്.